ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ എല്ലാവരും വീഡിയോ മുഴുവൻ്റെ കാണാൻ ശ്രമിക്കുക. വല്ല സംശയം ഉള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയായി. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു SMPSൻ്റെ ഫുൾ ഡെഫിനിഷനാണ്. ഇതിൽ 24 വോൾട്ട് ഉണ്ട്, 8 വോൾട്ട് ഉണ്ട്, 6 വോൾട്ട്, 1 വോൾട്ട്, 2 വോൾട്ടൊക്കെ ഉണ്ട്. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പ്യൂർ DC സപ്ലൈ ആണ്. ഇതിൽ കുറേ ഇഷ്ടംപോലെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇതെങ്ങനെ ഓൺ ചെയ്യണമെന്നൊക്കെ കാര്യം പറഞ്ഞുതരാം. വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ SMPS ഓണാക്കാൻ വേണ്ടി ഒരു പവർ കേബിൾ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പവർ കേബിള്. ഈ പവർ കേബിള് ഈ സ്ലോട്ടിലോട്ട് ഇൻസെർട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. വച്ച ശേഷം എക്സ്റ്റൻഷൻ ബോർഡിലോട്ട് പ്ലഗ് ഇൻ ചെയ്യുകയാണ്. ഇതേപോലെ കൊടുത്താൽ SMPS ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ SMPS വർക്കിംഗ് ആണ്. ഇപ്പോൾ ഫാൻ കറങ്ങുന്നില്ല. ഇതിനർത്ഥം ഈ SMPS ഓഫാണ്. ഓണാക്കാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഈ മെയിൻ കണക്ഷൻ ഉണ്ട്, 24 പിന്ന് വരുന്ന മെയിൻ കണക്ഷനിൽ ഈ ബ്ലാക്കും ഈ ഗ്രീനും വരുന്ന വയർ ഷോർട്ടാക്കി ഇടുക. ഞാൻ ഇപ്പോൾ ഷോർട്ടാക്കാൻ എടുക്കുന്ന പിന്ന് ഈ സ്റ്റാപ്ലയറിലൊക്കെ ഉപയോഗിക്കുന്ന പിന്നുണ്ടല്ലോ, അതാണ്. കാണാൻ സാധിക്കും ബ്ലാക്കും ഗ്രീനും. നമ്മളിപ്പോൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലഗ് ഓഫ് ചെയ്തിട്ട് ശേഷം ഇതിൽ കണക്ഷനൊക്കെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫാനിൻ്റെ സൗണ്ട് കേൾക്കാം. ഫാൻ കറങ്ങുന്നുണ്ട്. നമ്മൾ SMPS സിസ്റ്റം ഓണായിട്ടുണ്ട്. സേഫ്റ്റിയാണ് മുഖ്യം. നമ്മളിതിൽ ഓരോ വോൾട്ടേജ് ആയിട്ട് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞപ്പോൾ 3.3 വോൾട്ട്, 5 വോൾട്ട്, 12 വോൾട്ട്, അതിൽ പുറമേ കുറച്ച് വോൾട്ടുകളുമുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. DC റേഞ്ച് ഒരു 200 പെട്ടെന്ന് ഇനി ഓരോ വോൾട്ടേജ് ആയിട്ട് ചെക്ക് ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഫാനും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്ലാക്ക് റെഡും നോക്കുമ്പോൾ DC 20 ഇടാം. 5.8 വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ റെഡിലാണ് നോക്കിയത്. ഇനി നമ്മൾ യെല്ലോയിലോട്ട് നോക്കുന്നുണ്ട്. ഇത് 12.2 വോൾട്ട് കിട്ടുന്നുണ്ട്. ബ്ലാക്കും യെല്ലോയും. ബ്ലാക്ക് കോമൺ ആണ്. ഇനി അടുത്ത് ബ്ലാക്കും ഓറഞ്ചും കൂടി വെച്ച് നോക്കുന്നുണ്ട്. 3.3 കറക്റ്റ് വോൾട്ട് തന്നെ. പിന്നെ ഓറഞ്ചും റെഡും നോക്കുന്നുണ്ട്. 1 വോൾട്ട് കിട്ടുന്നു, 1.7 വോൾട്ട്. ഇത് ഷോർട്ടായാൽ ഈ SMPS ഓഫാവും. ഇനി അൺപ്ലഗ് ചെയ്തിട്ട് വീണ്ടും പ്ലഗ് ചെയ്യുമ്പോഴാണ് ഓൺ ആകുന്നത്. ഓട്ടോ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് യെല്ലോയും റെഡും കൂടി വെച്ച് നോക്കാം. അപ്പോൾ 8 വോൾട്ട് കിട്ടുന്നുണ്ട്. യെല്ലോയും ഓറഞ്ചും വെച്ച് നോക്കുമ്പോൾ, ബ്ലാക്കും യെല്ലോയും വെച്ച് 12 വോൾട്ട്. റെഡും യെല്ലോയും വെച്ച് നോക്കുമ്പം 6 വോൾട്ട് കിട്ടുന്നുണ്ട്. 24 വോൾട്ട് കിട്ടാൻ 200 ഇട്ട ശേഷം നമ്മൾ ഈ ബ്ലൂവും ഈ യെല്ലോയും കൂടി, അതായത് പ്ലസ് 12 വോൾട്ടും കൂടി നോക്കുമ്പോൾ 23.4 വോൾട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും വോൾട്ടേജസാണ് കിട്ടുന്നത്. ഇവ ആൾ കില്ലാടി സാധനമാണ്. നമ്മൾ ലാബ് പവർ സപ്ലൈ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമ്മൾ ലോഡ് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അൺപ്ലഗ് ചെയ്ത ശേഷം ലോഡിങ് 12 വോൾട്ട് ബൾബാണ്, ഇൻഡിക്കേറ്റർ ബൾബാണ്. നമ്മളെ ബൾബ് നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. നല്ല ആംബിയറൊക്കെ താങ്ങാനായിട്ട് സാധിക്കുന്നു. ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കും. ലിഥിയം ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ലെഡ് ആസിഡ് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഏകദേശം 24 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ഒരു 27-28 വോൾട്ടെങ്കിലും വേണം.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അത് ഉപകാരമായെങ്കിൽ നന്ദി. ഞാൻ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.